2024 ജൂലൈ 5 ബഷീർ ദിന ക്വിസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബഷീറിന്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോഴിക്കോട്, കോട്ടയം, കാസർഗോഡ്, കൊല്ലം. കോട്ടയമാണ് ശരിയായിട്ടുള്ള ആൻസർ. ബഷീറിനെ കുറിച്ച് എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ, കുമാരനാശാൻ, ONV കുറിപ്പ്, ഉള്ളൂർ. ONV കുറിപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? 1993, 1994, 1995, 1996. 1993 ശരിയായിട്ടുള്ള ഉത്തരം. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം എന്നാണ്? 1980, 1982, 1984, 1986. 1982 ശരിയായിട്ടുള്ള ഉത്തരം. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരൻ, റൊണാൾഡ് യാഷർ, കുട്ടിക്കൃഷ്ണമാരാർ, കൽപ്പറ്റ നാരായണൻ. ബഷീറിന്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം ഇതിൽ രചിച്ചിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ്. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഓർത്തിരിക്കണം. തേന്മാവ്, സർപ്പയജ്ഞം, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ. ഇതിൽ ബഷീറിന്റെ ബാലസാഹിത്യ കൃതി സർപ്പയജ്ഞമാണ്. ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻസ്: MK സാനു, MN കാരശ്ശേരി, MB പോൾ, MN വിജയൻ. ബാല്യകാലസഖിയുടെ അവതാരിക എഴുതിയത് MB പോൾ ആണ്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? 1998, 1996, 1994, 1992. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 1992. ഇനി കിഡ്സ് മലയാളം ടീമിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ്. ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏതു മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? ഇതിനുത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.